വലിയ മഴയിലും വെള്ളപ്പൊക്കത്തിലും വലിയ ദുരന്തമുണ്ടായി. കേന്ദ്രത്തിൽ നിന്നും 500 കോടി അനുവദിച്ചു. എന്റെ മനുഷ്യ, ഞാൻ മടുത്ത് നോവലിന്റെ കേക്ക് പൊട്ടത്തരം വായിക്കാതെ. എന്താ കേൾക്കാവൂ? അതെ, ചെന്നായൻ കുറുക്കനും ഒന്നുമല്ല, പഴയ മദിരാശിയുടെ പുതിയ പേരാ ചെന്നൈ. കേന്ദ്രത്തിൽ നിന്ന് 500 കോടി മുണ്ടല്ല, 500 കോടി ഫണ്ടാണ് അനുവദിച്ചത്. ഇടിയാനെ തലയെ കെട്ടി വെക്കുന്നതിന് മുമ്പ് എന്റെ തന്നോടും ഞാൻ പറഞ്ഞതാ വല്ല പഠിപ്പുള്ളവനെയും കൊണ്ട് കെട്ടിക്കാൻ. അന്നേരം കുടുംബ പാരമ്പര്യം നോക്കി ഇടിയാനെ എന്റെ തലയെ കെട്ടി വെച്ചു. എന്റെ ഒരു ഗതികേടേ. നീ നിന്റെ പ്രസംഗം വെറുക്കുന്നതിന് മുമ്പ് തന്നെ ഇടിയാനെ തുടങ്ങി. അവിടെ ഇപ്പൊ കൊണ്ടുവരാം. തോമസ് കുട്ടിയും കെട്ടിയോടും പിള്ളേരും അന്നാ കൈപ്പേൽ വിളിച്ചപ്പോ ഈ ആഴ്ച വരുമെന്നാ പറഞ്ഞേ. ആ കഴിവുകൾ കാണാൻ വരുന്നു. ആ കുഞ്ഞുങ്ങളല്ല ഇന്നുണ്ടായിരുന്നെങ്കിൽ അത് അപ്പച്ചൊരു സന്തോഷമായ. ആ തോമസ് കുട്ടി അമേരിക്കയിൽ നിന്ന് വന്നിറങ്ങുമ്പോഴേ കെട്ടിയോളുടെ വീട്ടിലേക്കല്ലേ എഴുതുന്നത്. ഇവിടെ ഒരു തന്തയും തലയോ ഉണ്ടെന്നുള്ള വിചാരം അവറ്റകൾക്കില്ലല്ലോ. എന്താ ചെയ്യാനോ? ആ ഏലിക്കുട്ടിയും പിള്ളേര് വരാൻ ഞാൻ കണ്ണിൽ എന്തോ ഒരു ചുറ്റുവാ. അവര് വരുവാണെങ്കിൽ ഇച്ചിരി കുഴമ്പും തൈലവും ഒന്ന് തടവി തന്നേനെ. അമ്മയ്ക്ക് മാത്രമല്ല, അപ്പച്ചനും കൂടെ കുറച്ച് എണ്ണ വെച്ചിരുന്നു കേട്ടോ. എന്താ കാണിക്കുന്നു? അല്ല, ഇത് ആരൊക്കെയാ വന്നിരിക്കുന്നെ? അയ്യോ, അപ്പച്ചന് മനസ്സിലായില്ലേ? ഇത് തോമസ് കുട്ടിയും ഭാര്യയും പിള്ളേരുമാ. എന്റെ മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എടാ മോനെ തോമസ് കുട്ടിയെ, നിന്റെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? അതോ ഇപ്പോഴെവിടെ തന്നെ? ഓ, എന്താ പറയാ, ഞാൻ നോക്കാനാ. ഇതുപോലെ ആൾക്കാരുണ്ടല്ലോ, എല്ലാവരും ചെലപ്പെടുത്തില്ലല്ലേ എന്റെ പണി. ഓ, എന്റെ കുഞ്ഞിനെ വന്നല്ലോ കർത്താവേ. ഡോക്ടർ എന്ത് പറഞ്ഞു? പ്രഷറൊക്കെ ഉണ്ടോ? ആ, കുറെ പ്രഷറൊക്കെ ഉണ്ടെന്നാ കാര്യം നോക്കുന്നു. അമ്മച്ചി എപ്പോഴും നമുക്ക് ഇതിനെ കുറിച്ച് പറയാനേ നേരമുള്ളൂ. കുഞ്ഞുമോനെ, നിനക്ക് ഇന്നെങ്കിലും ഒന്ന് കുടിക്കാതിരുന്നുകൂടെ? ജീവിതം അടിച്ച് പൊളിച്ച് ജീവിക്കാനുള്ളതാ, നശിപ്പിക്കാനുള്ളതല്ല. നിന്നോട് എന്നാ പറയാനാ? എല്ലാരും വാ മക്കളെ, നമുക്ക് ഒന്നിച്ചൊരു ഭക്ഷണം കഴിക്കാം. ഞാൻ ഭക്ഷണം കഴിക്കാനുള്ളതല്ല, എനിക്ക് യുകെയിൽ വില്ല വാങ്ങിച്ച് അവിടെ സെറ്റിൽ ആവാനാ. അപ്പച്ചനോട് പോരെ, അതിപ്പോ എവിടെ നടക്കാനാ? ഈ കെട്ടിടോ സ്ഥലവും എന്റെ പേരിൽ തന്നാ മതി, ബാക്കി ഞാൻ നോക്കിക്കോളാം. ആഹാ, ഈ സ്ഥലം ഞങ്ങൾ കാലശേഷം മാത്രമേ വീതം വെക്കാൻ സമ്മതിക്കൂ. ഞങ്ങൾക്ക് നിങ്ങളെ നോക്കാൻ നേരമില്ല, തരാൻ കാശില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് വീടൊന്നും വേണ്ട. നമുക്ക് പോവാം. അമ്മച്ചി, എനിക്ക് വീതം വേണം. എനിക്ക് 2 പെൺമക്കളാ. അവരുടെ കാര്യം വരെ ആര് നോക്കാനാ? എലിക്കുട്ടി, സ്ത്രീകൾ തന്നാ നിന്നെ കെട്ടിച്ചു വിട്ടെ. നിന്റെ ബാധ്യതയെല്ലാം അന്നേ തീർത്തതാ. ഞാൻ പോവാ. മോളെ, നീ പോവാണോ? മതി അമ്മച്ചി, നീ വേറെ ഞാൻ ഇങ്ങോട്ടില്ല.
അവിടെ നിങ്ങൾ ഒറ്റ വെട്ടിയ ഈ സ്വത്തെല്ലാം പിടിച്ചു വെച്ചിരിക്കണേ. മര്യാദക്ക് എന്റെ പേരിൽ എഴുതി തന്നോ, ഇല്ല എന്റെ വിധമാവും നോക്കിക്കോ. നീ നിന്റെ അമ്മയോട് ദേഷ്യപ്പെടണ്ട. ഞങ്ങൾ നിന്നെയൊക്കെ പഠിപ്പിച്ചു വലുതാക്കി. പഠിച്ചു വലുതായപ്പം എല്ലാവരും പൈസയുടെ പുറകെ ഓടുക. എന്തിനാണ് ഈ ഓട്ടം? ഇവിടെ ഒരു നേരം ഭക്ഷണം തരാൻ ആളില്ല. ഞങ്ങളെ തുണിയൊക്കെ നിന്റെ അമ്മയ്ക്ക് ആരോഗ്യമില്ല. ഇവിടെ കൂടി ഇല്ലായിരുന്നേ എന്തായിരിക്കും ഇവിടുത്തെ സ്ഥിതി? തന്തയാണോ തവളയാണോന്നും ഞാൻ നോക്കത്തില്ല. മര്യാദയ്ക്ക് എഴുതി തന്നു. അല്ലിപ്പോ എല്ലാത്തിനും ഇവിടെ നടക്കി വിടും. ഇവിടുത്തെ അപ്പച്ചൻ നല്ല മനുഷ്യനാണ്. മാറിവിട്ട് അപ്പച്ചൻ, നിങ്ങൾ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് മാത്രമാണ് മുൻതൂക്കം കൊടുത്തത്. അവരുടെ വ്യക്തി ജീവിതത്തിന് ആവശ്യമുള്ള ക്രിസ്തീയ മൂല്യങ്ങളായ ദൈവഭക്തി, വചനങ്ങളുടെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ധ്യാനങ്ങൾ എന്നീ ദൈവിക മാർഗങ്ങളെ കുറിച്ച് പഠിപ്പിച്ചില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾ എന്റെ കൂടെ എനിക്ക് നിങ്ങൾ സൗജന്യമായി തന്ന സ്ഥലം അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് മനസ്സാമനത്തോടെ ദൈവത്തെ സ്തുതിച്ച് അവിടെ കഴിയും. ആത്മാവിന്റെ ഫലങ്ങളായ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം എന്നീ ക്രിസ്തീയ ചൈതന്യം നിറഞ്ഞു തുളുമ്പുന്ന പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ ക്രൈസ്തവ ജീവിതം ധന്യമാകുകയുള്ളൂ. ഏവർക്കും വേദനയും ഭാവനയും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ശുഭോത്സാഹം.